സർ, ബിഗ്ഗസ്റ്റ് എത്തിസ്റ്റ് സമ്മേളനം ലിറ്റ്മസ് 2024 നടക്കാൻ പോകുന്നതാണ്. ഈ വേൾഡ് ബിഗ്ഗസ്റ്റ് സമ്മേളനം എന്നുള്ള ഒരു ടാഗോട് കൂടിയാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷങ്ങളിലായിട്ട് അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന് എന്ത് ഫോക്കസ്, എന്ത് പ്രത്യേകതയാണ് കൂടുതൽ കിട്ടുക? കേരളത്തിലിപ്പോൾ ഒരു 3.5 കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു 5% അല്ലെങ്കിൽ കുറഞ്ഞൊരു 5 മുതൽ 10% ആളുകൾ മതം, അശാസ്ത്രീയത, അന്ധവിശ്വാസങ്ങൾ ഇതിനോടൊക്കെ ഒരു നിഷേധഭാവമുള്ളവരായിരിക്കും. കുറേ പുരോഗമനമായിട്ടുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും. അവർ പല മേഖലകളിൽ വ്യാപരിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ഒരു വിഭാഗം കേരളത്തിലുള്ളതായിട്ട് യാതൊരു അടയാളവും ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ രാഷ്ട്രീയവും സാംസ്കാരിക വ്യവഹാരങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പം വിസിബിലിറ്റി, സാന്നിധ്യം, അതേപോലെ തന്നെ ദൃശ്യത, ഈ 2 കാര്യങ്ങൾ എന്താ പറയുക അനിവാര്യമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിയമനിർമ്മാണം തൊട്ട് ഒരു നാട്ടിലൊരു തർക്കം പരിഹരിക്കുന്നവരെ, ഫോർ എക്സാമ്പിൾ ഒരു സൗണ്ട് പൊല്യൂഷൻ സംബന്ധിച്ചുള്ള ഒരു തർക്കം വരുമ്പോൾ തന്നെ അവിടെ എടുത്ത് വീശുന്ന ഒരു സംഗതി അവിശ്വാസി ആയതുകൊണ്ട് അതിനെതിരെ പരാതിപ്പെട്ടു എന്നായിരുന്നു. അപ്പം ഈ സമൂഹത്തിൻ്റെ സമസ്ത തലങ്ങളിലും നാസ്തികത, നിരീശ്വരവാദം, മതനിഷേധം, ഇത്തരം ചിന്തകൾക്ക് യാതൊരുവിധ റെലവൻസും ഇല്ലാതായി പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിനൊരു എന്താ പറയുക, അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഈ ഒരു വിസിബിലിറ്റി. അപ്പോൾ ഒരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, അങ്ങനെ ആളുകളുണ്ട്. ഇപ്പോൾ ഏത്തീസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ ദൃശ്യരല്ല എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും അവരുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെടാത്തത്. ചിലയിടത്തു നിന്നൊക്കെ വിമർശനം ഉണ്ടാവും. ഇത്തരത്തിലുള്ളൊരു വലിയ കാശുണ്ടാക്കുന്ന ഒരു സംവിധാനമാണിത്, ഇത്ര രൂപ വാങ്ങുന്നുണ്ട്, ഇതിനകത്തുനിന്ന് പലതരത്തിൽ ഫണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ആക്ഷേപവും ഇല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലൊക്കെ പരസ്യം കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുണ്ടായിരുന്നു. ഇങ്ങനൊരു ഫണ്ട് മറിയുന്നൊരു പരിപാടിയാണ്. ഇതെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കേരളത്തിൽ ഒരു സമ്മേളനമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ അക്കൗണ്ട്സ്, അതിൻ്റെ ഓരോ രൂപയും എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ പരസ്യമായി ഫേസ്ബുക്കൊക്കെ പോലെയുള്ള ജനകീയ മാധ്യമങ്ങളിൽ ഓരോ ഇത് കഴിഞ്ഞിട്ട് സമർപ്പിക്കുന്ന കേരളത്തിലെ എനിക്ക് വേറൊരു സംഘടനയെ കണ്ടിട്ടില്ല, വേറെ ആരെയും കണക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിന് ചിലവ് വരുന്നില്ല, പരസ്യപ്പെടുന്നില്ല. പരസ്യം ചെയ്യാറുണ്ട്, കാര്യം ഇത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. നാസ്തികത പരസ്യപ്പെടുത്തുക. നിങ്ങൾ കാണുന്നില്ല, ഇൻവിസിബിൾ ആണ്, കാരണം യു ആർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ഓർ റെക്കഗ്നൈസ് ഇറ്റ്. അപ്പോൾ അത് പരസ്യപ്പെടുത്തുന്നതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല.